എന്തുദ്ദേശത്തില ചന്തുവിനെയും ആ പെണ്ണിനെയും ചേർത്ത് ഇങ്ങനൊരു പച്ച കള്ളം എഴുതി അയാൾക്ക് അയച്ചത്? അത് കള്ളമൊന്നുമല്ല, ഉള്ളത് തന്നെയാ. ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ, ഉള്ളതാണ് പോലും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താടി ചന്തുവിനോട് ഇത്ര പക? നിനക്കൊക്കെ എന്ത് ദ്രോഹം ചെയ്തവൻ? പറയടി, എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു കള്ളക്കഥ? ഞാനല്ല പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാ, ജോയ്ച്ചൻ. അല്ലെങ്കിൽ ജോയ്ച്ചൻ പോണ്ടിച്ചേരിയിലുണ്ടല്ലോ, വിളിച്ച് ചോദിച്ചു നോക്ക്, ഞാനീ പറഞ്ഞത് സത്യമാണോ അല്ലയോന്ന്. ചോദിക്കും, ജോയിയോട് തന്നെ ഞാൻ പോയി ചോദിക്കും. അവനിങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല എന്നെങ്ങാനും എന്നോട് പറഞ്ഞ പിന്നെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നിന്റെ ഏട്ടനായിട്ടായിരിക്കില്ല. നീ ഇതെവിടായിരുന്നു? വന്ന് കിടക്കാൻ നോക്ക്. ചന്തു, ഞാൻ ആലോചിക്കായിരുന്നു, അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയൊക്കെ ഇത്രയൊക്കെ പറയുമ്പോ നമ്മളായിട്ട് എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? കുറച്ചു ദിവസം നമുക്ക് ഇവിടുന്ന് മാറിയെന്നല്ലോ. അതാരവിന്താ നല്ലത്. ഞാൻ നിനക്ക് പ്രയാസം ഉണ്ടാവുമെന്ന് കരുതിയാ നിർബന്ധിക്കാതിരുന്നത്. എങ്കിൽ നമുക്ക് ഈ രാത്രി തന്നെ വിട്ടാലോ? എങ്ങോട്ടാ? നിലമ്പൂർക്കാ? നിലമ്പൂർക്കും കൊയിലാണ്ടിക്കൊന്നുമല്ല, പോണ്ടിച്ചേരിക്ക്. നമ്മുടെ ചക്കച്ചാൻ പറമ്പിന്റെ അടുത്തേക്കോ? ആ, എനിക്ക് അവനോട് ചില കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനുണ്ട്. ഓക്കെ, നാളെ പുലർച്ചെ നമ്മൾ പോണ്ടിച്ചേരിയിൽ. എന്താ നിർത്തിക്കളഞ്ഞത്? ശരി ചമ്പക, ശരി. சிரிப்பு ടെലഫോൺ മണി പോലെ കാതിൽ മുഴങ്കട്ടു சம்பகோ. சிரி, பயப்பட வேண்டாம் சம்பகோ, பக்கத்துல வா. நீ யாரையா பாக்குறது? அந்த ലാസറേപ്പനെ? அந்த ആൾ മുട്ടാൾ, കഴുത. ഇതൊന്നും മനസ്സിലാക്കാനുള്ള മൂളയില്ല. നീ അപ്പടിയേ വന്ന് ഒരു കിസ് കൂട്. അയ്യോ, ഞങ്ങൾ കൊക്കയിൽ വീണേ, ഞങ്ങൾ കൊക്കയിൽ വീണേ. അയ്യോ, സോറി, സ്വപ്നത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായി, ഞങ്ങൾ കൊക്കയിൽ വീണു. ഞങ്ങളാ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ സ്വപ്നത്തിലെ ഞാനും. കണ്ട പെണ്ണുങ്ങളെ സ്വപ്നം കണ്ടോണ്ട് കിടക്കാണ്ട് പോയി ചായ തിളപ്പിക്കടാ. പണിയും ചെയ്യില്ല. ആ, നമ്പർ 12 ഇത് തന്നെ, ഇത് തന്നെ. അണ്ണാച്ചി, ജോയി ഇവിടെയല്ലേ താമസിക്കുന്നത്? ஜோய் சேட்டன் தூங்கிட்டு இருக்காரு, இன்னும் எந்திரிக்கல. தூங்கிட்டு இருக்காரு. തൂക്കിയിട്ടിരിക്കുന്നോ? തൂങ്ങിയിട്ടിരിക്കാറ്, ഉറങ്ങുവാന്നു. പുതച്ചു കിടന്ന് നല്ല ഉറക്കവാ. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടാ. അതെന്തിന്? ഒരു സന്തോഷത്തിന്. അവന്റെ ഇളയാപ്പൻ അപ്പുറത്തുണ്ട്. നമുക്കവനെ കട്ടിലോടെ തൂക്കി പുറത്തേക്ക് കൊണ്ടുപോവാം. പുറത്തേക്ക് കൊണ്ടുപോകാനോ? എന്താ കാര്യം? നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇളയാപ്പൻ കാണണ്ട. ഈ കട്ടിലെടുത്തോണ്ട് ഇളയപ്പൻ എങ്ങോട്ട് പോയി? ഇളയപ്പാ, இளையப்பா, டேய், நம்ம லாசர் இளையப்பன் கட்டில படுத்திருந்தாரு, இப்படி வந்தாரா? அவரா? அது அவருக்கு என்ன உடம்பு சரியில்லையா? ஏன் தூக்கிட்டு போறாங்க? தூக்கிட்டு போய்? ஆரு தூக்கிட்டு போய்? 2 பேர் இப்பதான் தூக்கிட்டு போறாங்க. കർത്താവേ, കാശ് കൊടുക്കാൻ ആരോ പിടിച്ചോണ്ട് പോയതാ. എങ്ങോട്ടാണ് പോയത്? ഇപ്പിടിതാ പോണാங்க. അപ്പോ നീ വേഗം പോയി നമ്മുടെ പണിക്കാരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോ. ഞാൻ പോയി നോക്കാം. ചന്തു, നീ ബാഗ് കൊണ്ടുവച്ച് ഇവന്റെ ഇളയാപ്പനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ ഇവനൊരു ഷോക്ക് കൊടുത്തിട്ട് വന്നേക്കാം. നീ എന്തൊക്കെയായി കാണിക്കുന്നത്? ഉറക്കത്തിന്ന് കട്ടിലേപ്പടി തൂക്കി പറമ്പി കൊണ്ടുവന്നിട്ട് എന്തോന്ന് ഷോക്ക് കൊടുക്കാൻ? അതൊക്കെ നമ്മുടെ ഈ വരവ് ഇവനൊരു ഷോക്കിംഗ് സർപ്രൈസ് ആയിക്കോട്ടെ. നീ ചെല്ലടാ.
അപ്പൊ അതാര്? എടാ ചന്തു, നീ എങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നീ അല്ലേ ആ കട്ടിലിൽ കിടക്കുന്നത്? ഏയ്, അത് ഞാനായിരിക്കാൻ വഴിയില്ല. പിന്നെ ഞാൻ വരുന്നതിന് ഇത്ര നേരം തൂക്കിക്കൊണ്ട് നടന്ന ആരെയാ? കുഴപ്പമായി. ജോയി, നീ ഇളയപ്പന്റെ കണ്ണുപ്പെടുന്നതിന് മുമ്പ് പോ. ഇളയാപ്പൻ നീ വാ, ഞാൻ പറഞ്ഞുതരാം. എന്നെ കൊല്ലാൻ നോക്കിയവനാ. മതി മതി മതി, നിർത്ത്. ഇനി ഇടിച്ചവൻ ചത്തു. ജീവനോടെ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കാനുള്ളതാ. ഇവന്റെ മുഖം ഒന്ന് കാണട്ടെ. എന്തിനാടാ എന്നെ കൊല്ലാൻ നോക്കിയത്? ഞാൻ ഇളയപ്പനെ രക്ഷിക്കാൻ വന്നതല്ലേ. ദൈവം കണ്ടതാ രണ്ടുപേര് ഇളയപ്പനെ എടുത്തോണ്ട് പോകുന്നത്. ஆமாங்க நான் பார்த்தேன் 2 பேர் சேர்ந்து தான் தூக்கிட்டு போனாங்க. രണ്ടുപേരാ? അതാരാടാ ഈ രണ്ടുപേര്? രണ്ടുപേര് ഞാൻ ഇളയപ്പനെ രക്ഷിക്കാൻ വന്നപ്പോ രണ്ടുപേര് ഓടിക്കളഞ്ഞില്ലേ? അവരെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല, ഒരിക്കലും അവരെ ഞാൻ കണ്ടാ തിരിച്ചറിയില്ല. അതെന്താടാ തിരിച്ചറിയാ? അവര് മുഖം മൂടി ഉണ്ടായിരുന്നു അവർക്ക്. முகமூடியா? അതെ, മുഖം മൂടി ഒന്നും കണ്ടാ തിരിച്ചറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. മൂടി കണ്ടാ തിരിച്ചറിയാൻ പ്രായം വേണോടാ? വേണം, ഞാനിത് ഇപ്പൊ തെളിച്ചുതരാം. ഇവരെ ഇന്ത ഇളയപ്പനെ രണ്ടുപേര് തൂക്കിയിട്ട് പോരുന്നത് ഈ പാത്തല്ല. അപ്പൊ ഇവർ മുഖം മൂടിയിരുന്നതില്ല. ഇതാ ഞാൻ പറഞ്ഞത്, മുഖം മൂടി ഉണ്ടായിരുന്നു. ഇനിയും മുഖം മൂടികൾ കൂട്ടം കൂട്ടമായി വന്ന് ഇളയപ്പനെ മുഴുവനായി കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഇപ്പൊ മുഖം മൂടികളുടെ സീസണാ. ജോഹരാ